വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയിൽ നമ്മൾ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടല്ലേ റൂഫിങ് ചെയ്യാറ്. മിക്കവാറും പോളികാർബണേറ്റ് ഷീറ്റുകളൊക്കെ ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കിന് കേടുവരും. അതേപോലെ വെയിലെറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളിയും, മഴ പെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. പിന്നെ പോളികാർബണേറ്റ് ഷീറ്റിൻ്റെ മുകളിലുള്ള ചളി, അതേപോലെ പായലൊക്കെ താഴെ നോക്കിയാൽ പെട്ടെന്ന് കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പ്രീമിയം വർക്കുകളൊക്കെ നമ്മൾ ഗ്ലാസ്സാണ് സജസ്റ്റ് ചെയ്യാറ്. ഗ്ലാസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ചളിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കാണും. ചളിയും പായലൊക്കെ താഴെ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ക്ലയൻറ്റ് ഈ മുഴുവൻ വിസിബിൾ ആകുന്ന രീതിയിൽ പെർഗോള അടിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്ത് അത് കൺസീൽ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ 4-1 പൈപ്പ് 4-2 പൈപ്പ് ഉപയോഗിച്ച് പെർഗോള അടിച്ച് അതിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഷീറ്റ് ഉപയോഗിച്ച് ഡിസൈൻ ഉണ്ടാക്കി ഗ്ലാസ് മേയ എന്ന് നമ്മൾ തീരുമാനിച്ചത്. ആ ചുവന്ന ടീഷർട്ട് ഇട്ട ആൾ നിൽക്കുന്നതാണ് ആ ഏരിയയിലാട്ടോ നമുക്ക് പെർഗോളാസ് അടിക്കേണ്ടത്. ഏകദേശം ഒരു 12 അടി നീളം, ഒരു 10 അടി വീതിയുള്ള ഏരിയയാണ് അതിൻ്റെ. നമ്മളതിൻ്റെ ഔട്ടർ ഫ്രെയിമെല്ലാം 4-2 പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കി. പിന്നെ 4-1 പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഇന്നർ ഫ്രെയിമുകൾ ഉണ്ടാക്കി. ഏകദേശം ഒരു 1.5 അടി ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മളൊരു 8 പൈപ്പ് 4-1 പൈപ്പുകൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഈ പൈപ്പിനൊക്കെ നമ്മൾ ഒരു ഗാഡി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രോസിന് വരുന്ന പൈപ്പുകളൊക്കെ കോർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൈപ്പുകളും വളരെ കൃത്യമായിട്ട് അടുക്കി വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഗ്ലാസ്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഉണ്ടാക്കുമ്പോഴേ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ അലൈൻമെൻറ്റുകളൊക്കെ കറക്റ്റായിരിക്കണം. അതേപോലെ ക്രോസ് വരാതെയൊക്കെ നോക്കണം. കൃത്യമായി ചെയ്തില്ല വെച്ചാൽ ഈ ഗ്ലാസ് ഫ്ലെക്സിബിൾ അല്ലല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല വെച്ചാൽ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. 4-1 പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രോസും വെക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗാഡി കട്ട് ചെയ്ത് കറക്റ്റായി ചെക്ക് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കോർത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ ലൈനപ്പായി നമുക്ക് കിട്ടുകയും ചെയ്യും, കാണാനും നല്ല വൃത്തി ഉണ്ടാവും. അതേപോലെ പീസായി കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തും കിട്ടും ഇങ്ങനെ നമ്മൾ കോർത്ത് വെക്കുകയാണെങ്കിൽ. റൂഫിൻ്റെ മുകളിലിടുന്ന ഗ്ലാസ് ആണെങ്കിൽ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണമല്ലോ. ഞങ്ങൾ ഈ ഒരു വർക്കിന് കൊടുത്തിരിക്കുന്ന ഒരു 3 ഇഞ്ച് സ്ലോപ്പാണ്. അത് പെർഗോള ആകുമ്പോൾ സ്ലോപ്പ് ഇല്ലാതെ വെക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ കാഴ്ചപ്പാട്. പക്ഷേ ഗ്ലാസ്സിൽ സ്ലോപ്പില്ലെങ്കിൽ നിറയെ പൊടിയും മണ്ണും പായലൊക്കെ പെട്ടെന്നുണ്ടാവും. നമ്മളിതിൻ്റെ ഒരു ട്രയാങ്കിൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 16 ഗേജിൻ്റെ GI ഷീറ്റാണ് ഉപയോഗിച്ചത്. അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യം പണിപ്പെട്ട ഒരു വർക്കാണ്. കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കട്ട് ചെയ്താൽ ഇത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു ഭാഗം മുകളിലേക്കും ഒരു ഭാഗം താഴേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രയാങ്കിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഭംഗിയുണ്ടാവും ഈ ഡിസൈനിന്. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം ട്രയാങ്കിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ കാല് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാല് ഫിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫ്രെയിം വരുന്ന ഭാഗത്ത് വേണമല്ലോ അതിൻ്റെ കാല് വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പററി ആയിട്ട് കാല് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി അത് ഫ്രെയിം എവിടെ വരുന്നത് അലൈൻമെൻറ്റൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ആക്കിയിട്ട് വേണം കാല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാല് ലാസ്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു പെർഗോളയുടെ 2 സൈഡിലും ചുമരുകളും കാലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരൊറ്റ കാലേ വെക്കേണ്ടുള്ളൂ. ആ കാല് നമ്മൾ വെച്ചത് 4-4 സ്ക്വയർ പൈപ്പാണ്. അതിൻ്റെ ഒരു 1.5 അടി ഉയരത്തിൽ 2-2 സ്ക്വയർ പൈപ്പ് കൂടി വെച്ചു. അത് നമ്മളൊരു ഡിസൈൻ എലമെൻ്റായിട്ട് വെച്ചതാണ്. വീടിൻ്റെ അതേ നിറത്തിൽ ഒരു മിൽക്കി വൈറ്റ് നിറത്തിൽ ഇതിൽ പെയിൻറ്റും അടിച്ച് ഗ്ലാസും വെച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ 100% ലൈറ്റ് നമുക്ക് താഴേക്ക് വരില്ല, വെയിൽ താഴേക്ക് വരില്ല. അതേപോലെ തന്നെ ഈ ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും പായലൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് വിസിബിൾ ആവില്ല. സാധാരണ നമ്മുടെ നിർമ്മിതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി എലഗൻ്റായിട്ടുള്ള നിർമ്മിതികളൊക്കെ നമുക്ക് ചെറിയ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് വേണ്ടത് വ്യത്യസ്തമായ ആശയങ്ങളാണ്. അത്തരം ഞങ്ങളുടെ അടുത്തെത്തുന്ന ആശയങ്ങളൊക്കെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വെൽഡിംഗ് മേഖലയിലെ ഇത്തരം നവീനങ്ങളായ ആശയങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.